ഇത് നമ്മുടെ എന്താണ് പേര് പറഞ്ഞത്? പേര് മനോജ്. പിന്നെ പറമ്പിക്കുളം ഇവിടുത്തെ ഞങ്ങളുടെ ഗൈഡാണ്. ഭയങ്കര അടിപൊളി ചങ്ങാതിയാണ്. ഭയങ്കര കെയറാണ് നമ്മുടെ കാര്യത്തിൽ. രാത്രി കൃത്യമായിട്ട് വന്ന് പറയാണ് ഇനി പുറത്തിറങ്ങണ്ട, ആന വരും, പുലി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കര കെയറിങ് ആണ്. അതുപോലെ തന്നെ രാവിലെ മോർണിംഗ് വാക്കിനായിട്ട് മൂപ്പര് കൂടെ വരാണ്. രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ ഞങ്ങൾ മനോജിനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയ് വിശേഷങ്ങൾ എന്താ? സൊല്ലുങ്കോ. തമിഴല്ല, മലയാളി. ഈസ് മലയാളി. അല്ല, ഈ മഴയത്ത് എന്തെങ്കിലുമൊക്കെ നടക്കോ ഇവിടെ? നമുക്ക് പരിപാടി കറങ്ങിക്കാണാം. ആ ടണല് കാണാൻ പറ്റുമോ? ടണലാണ് ഇപ്പൊ ആള് രജിസ്റ്റർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ടണല് നമുക്ക് കാണാൻ പറ്റുമോ? നോക്കാം. അവിടെ അവരോട് ഞാൻ നമുക്ക് കാണാൻ പറയാം. എത്ര മണി സ്റ്റാർട്ട് ചെയ്യാം അവിടെ? അല്ല, അവിടെ ഒഫീഷ്യലായിട്ട് ഇവിടില്ല. അവിടെ ഇവിടെ തന്നെ, ഇവിടെ അപ്പുറത്ത് ഭക്ഷണം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെങ്കിലും പിന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരിട്ട് അവിടെ പോയിരുന്ന് കഴിക്കാം, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഒരു കടയിലോട്ട് പോന്നു. അത്ര വലിയ കടകളൊന്നും ഇവിടെ ഇല്ല, ചെറിയ ഹോട്ടലാണ്. ഇതിവരുടെ വീടും ഹോട്ടലും എല്ലാം കൂടി ചേർന്ന് ഒരു ചെറിയൊരു സംഭവം. സാറിന് ഏതായാലും ഭക്ഷണം നല്ല പോലെ ഇഷ്ടമായി. ഇഡ്ഡലി, സാമ്പാർ, ചട്നി സാർ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ചായ, അതൊരു ഗംഭീര സംഭവമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ചായ, ഒരു നാടൻ ചായ. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് അതിഗംഭീരമായെന്ന് സന്തോഷത്തോടെ പറയാം, പ്രത്യേകിച്ച് ആ ഒരു ചായ. ഞങ്ങളിവിടെ നിന്ന് തിരിക്കുകയാണ് ഇനി പറമ്പിക്കുളം ഡാമിൻ്റെ ബാക്ക് വാട്ടർ ഏരിയയിലേക്ക്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി അല്ല, ഇത് ഞാൻ സൂം ചെയ്തോട്ടെ. ഇന്നലെ നമ്മളെ കാണാൻ വന്നവനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല രസമായ സ്ഥലമല്ലേ? ഇത് 5 പേര് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്. 5 പേര് താമസിക്കുന്നത് ടൂറിസ്റ്റിന് അലൗഡ് ചെയ്യണം. ഇവിടുന്ന് ഫൈബർ ബോട്ടിൽ അവർ കൊണ്ടുപോയി അതായത് 5 പേർക്ക് താമസിക്കാനുള്ള ലൊക്കേഷൻ വിത്തൗട്ട് പാക്കേജാണ്. ഇതിനുള്ള തിങ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കും. രാത്രിക്കുള്ള ഡിന്നറും രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും വാങ്ങിക്കൊണ്ട് അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു ട്രക്കിംഗ്, രാവിലെ ഒരു ചെറിയ ട്രക്കിംഗ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 9:30 ആകുമ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടുപോകും. 5 പേർക്ക് 10 രൂപ ചാർജ് കൊടുക്കും. 10,000 രൂപ 5 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ഒരു നൈറ്റ്. തൊട്ടടുത്ത് വാൽപ്പാറയാണ്. വാൽപ്പാറ അപ്പുറത്തെ എസ്റ്റേറ്റാണ്. അപ്പോൾ നമ്മുടെ മനോജ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ കാണുന്നിടത്ത് ഒരു വില്ല പോലത്തെ ഒരു സ്റ്റേ ചെയ്യാനുള്ള സംഗതി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസത്തേക്ക് 10,000 റുപ്പീസാണ്. ഗംഭീര സ്റ്റേ ആണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അത് കാടിനുള്ളിൽ, ഒറ്റപ്പെട്ട ഒരു കാടിനുള്ളിലുള്ളൊരു സ്റ്റേ. അപ്പോൾ ഒരു ഫ്രെയിമിനകത്ത് വന്നാലാണ് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. ഇന്നൊരു പാനിങ് നടത്തി നോക്കി. ഇവിടുന്ന് അങ്ങറ്റത്ത് ഇങ്ങനെ അനീതി വരും. അത് നിൽക്കണ ഒരു കണക്റ്റില്ലാണ്ട് ഒരു ഐലൻഡാണ്, തനിച്ചുള്ള ഒരു ഐലൻഡാണ്.
ഇവിടെ മൊത്തം ആന സാർ ഞങ്ങളിത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കെട്ടി വീടൊക്കെ വന്ന് പൊളിച്ചു കളഞ്ഞാണ്. അല്ല നമ്മൾ എന്തെങ്കിലും ചെയ്താലല്ലേ അല്ലാതെ അല്ലാതെ തന്നെ അവര് കളിക്കാണ് ദേഷ്യത്തിലല്ലേ. ആ ഓക്കെ ഓക്കെ അതെ കളിച്ച് പൊളിച്ചു കളയും. തമാശക്ക് വന്ന് പൊളിച്ച് ചെറിയ കുഞ്ഞുങ്ങളവിടെ വരുമ്പോ അവർക്കൊരു കളി. പിന്നെ മറ്റുള്ള സ്ഥലംമാരല്ല പറമ്പിക്കുളം ടൈഗർ റിസർവ് ആവശ്യത്തിലേറെ ടൂറിസ്റ്റിന് ഇവിടെ അലോടല്ല. അല്ല ഞങ്ങൾ ഇന്നലെ വരുന്ന വഴിക്ക് കണ്ടത്, ഞങ്ങൾക്കത് കാണാൻ പറ്റി. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഞങ്ങൾ കണ്ടു. ഒരു ഒരു പുലി മാന പിടിക്കുന്നത് കണ്ടു. ഞങ്ങൾക്കത് കിട്ടി റോഡ് സൈഡിൽ ഒരു 50 മീറ്ററിൽ 100 മീറ്ററിൽ. ഇന്നൊരു ട്രിപ്പ് വരുമ്പോഴും കടുവനെ കാണാം ഉറപ്പാണ്. ലെപ്പേഡിനെ കാണാൻ പറ്റില്ല അങ്ങനെ. ലെപ്പേഡിനെ കണ്ടു, കടുവ കണ്ടിട്ടില്ല സാറേ. ഇത് ആ ദ്വീപ് നല്ലൊരു രസകരമായ ഒരു സ്ഥലമാണ്. ഈ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ 89 മൈലാണ്, 130 കിലോമീറ്ററാണ്. അതിൻ്റെ സെൻറ്ററിലാണ് ആ ദ്വീപ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റേനെ കുറിച്ചല്ലേ പറയണത്? 5 പേര് താമസിക്കാം. ഒരു റൂമിൽ 5 ബെഡാണ്. അറ്റാച്ച്ഡ് ബാത്റൂം 2, കിച്ചൺ റൂം സെപ്പറേറ്റ് ആണ്, വിത്തൗട്ട് ഫുഡാണ്. അല്ല എന്താണ് അതിനപ്പുറം എന്താണ് അവിടുത്തെ ഒരു? അവിടെ ഇരുന്ന് കാണാൻ മൃഗങ്ങളെ ഇരുന്ന് കാണാം. അതെ അതിനാണിപ്പോൾ. അല്ല ഇപ്പോൾ സ്റ്റേ നമ്മൾ മുകളിലെങ്ങാനാണോ? അല്ലല്ല, അതൊരു ബിൽഡിംഗ് ആണ്. ഓക്കെ ഓക്കെ. നല്ല നല്ല രസകരമായ. അപ്പോൾ വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മൃഗങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് ഉദ്ദേശിച്ചത്. വെരി ഗുഡ്. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പറമ്പിക്കുളത്തിനെ സംബന്ധിച്ച് വന്യജീവികളെ കൊണ്ട് മനുഷ്യർക്ക് ഒരു ശല്യമില്ല. ഇതിൽ ആവശ്യത്തിലേറെയാണ് മുതലുള്ളത്. അവരെ കൊണ്ട് ഒരു ശല്യവും നമുക്കില്ല. ഇവിടെ മീൻ പിടിക്കാൻ അലോടല്ല. 20-30 കിലോ സൈസ് ഉണ്ട് മീൻ. അവർക്ക് ആവശ്യം പോലെ ഫുഡ് വെള്ളത്തിലുണ്ട്. അപ്പം നമ്മളിവിടെ ഈ ബോട്ടിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ അത് ഒരു ശല്യമില്ല. അവരെ കാണാം, മുതലേ കാണാം, അവിടെ കയറി കിടക്കും. ഓ മൈ ഗോഡ്, പറഞ്ഞു നന്നായി. ഇനി ഈ വഴി വരണ്ട. ഞങ്ങളുടെ ജീവിത കാര്യത്തിന് വേണ്ടിയാണ് ഈ ടൂറിസ്റ്റുകൾ വിടുന്നത്. അവരുടെ നിന്നുള്ള വരുമാനമാണ് ഞങ്ങളുടെ ജീവിതം. വേറെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഇല പോലും പൊട്ടിക്കാൻ പാടുള്ള കാട് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അങ്ങനെ ആയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ ചെറിയ ടൂറിസം, ഒരു എക്കോ ടൂറിസം നടത്തി അതുകൊണ്ട് അതിൽ കിട്ടുന്ന വരുമാനത്തിൽ 150 കുടുംബമുണ്ട് ഇവിടെ. ഇത് ടൈഗർ റിസർവ് സാറിനറിയാം 2010 ടൈഗർ റിസർവ് ആയത്. അതിന് ശേഷം വർക്കുകൾ മൊത്തം നിർത്തി സെൻട്രൽ ഗവൺമെൻറ്റായി മാറുകയാണ്. വർക്കുകളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നുള്ള DFO ഒരു ചെറിയൊരു എക്കോ ടൂറിസം നടത്തി. അതിൽ കിട്ടുന്ന വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടൂറിസത്തിന് കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാം? ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, അത് ബാങ്കിലേക്ക് പോകും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് 17,500 അങ്ങനെ കിട്ടും ഒരു മാസം. വാച്ചർമാരെല്ലാവരും കൂട്ടുകയാണെങ്കിൽ 10-300 പേരുണ്ട്. അല്ല വാച്ചർമാർക്ക് സർക്കാരിനാണ് ശമ്പളം. ഞങ്ങൾ 120. ഇതൊക്കെ വലിയൊരു ജോലിയല്ലേ. 10-12 20,000 സാലറി. വെള്ളം യൂസ് ചെയ്യുന്നത് തമിഴ്നാടാണ്. കോയമ്പത്തൂർ, കരൂർ 2 ജില്ലയ്ക്കാണ് പോകണം. അല്ലല്ല, ഇവിടുന്ന് മലയുടെ കൂടെ ടണൽ ഉണ്ടാക്കി വരുമ്പോൾ കണ്ട ഡാമിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് അവിടുന്ന് ആളിയാണ്. അങ്ങനെ തിരുമൂർത്തി, അമരാവതി, കോയമ്പത്തൂർ ടെക്നോളജിയാണ് അല്ലേ. ഇവിടുന്ന് വെള്ളം ടണൽ വഴി കൊണ്ടുപോയി കാമരാജിന്റെ സമയത്ത് ടണൽ എവിടെയായിരുന്നു? അപ്പുറത്താണ്. അത് 970 EMS കൊടുത്താണ്. നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല, തുറന്നുവിട്ട് അതിരപ്പള്ളി വഴി കടലിലേക്കാണ് പോകണം. അതുകൊണ്ട് മദ്രാസ് ഗവൺമെൻറ് കാമരാജിൽ കൊടുത്തു. കൃഷിക്കാണ് പോണത്. ഇവിടെയുള്ളവരെ വെള്ളം മിനറൽ വാട്ടറാണ്, എടുത്ത് കുടിക്കുന്ന വെള്ളം. ഇതിലിറങ്ങി കുളിക്കുക പോലും ചെയ്യില്ല. ഞങ്ങൾ അത്രയും പ്യൂർ വാട്ടറാണ്. അതുകൊണ്ടാണ് റാഫ്റ്റിങ്. അത് 4 പേർക്ക് 500 രൂപ അടച്ച വരും ഗസ്റ്റുകൾ. അപ്പോൾ തുഴഞ്ഞ് ആ ദ്വീപിലേക്ക് പോകണമെന്ന് തുഴഞ്ഞാൽ പോകണം. ഗസ്റ്റ് 5 ആളുണ്ട്, ഞങ്ങൾ 6 പേരുണ്ടാവും. 6 പേര് തുഴഞ്ഞാൽ 1 മണിക്കൂർ യാത്രയാണ്. കാണുമ്പോൾ 4.5 കിലോമീറ്റർ ദൂരം അത്. അതെ. അല്ല അതിലാണല്ലേ സ്റ്റേ? ഈ പച്ച ഗ്രീൻ. ഓ അതിലാണല്ലേ. ഞാൻ ഇതാ അവിടെ കാണണം. 4.5 കിലോമീറ്റർ ഉണ്ടല്ലേ. പിന്നെ നമ്മളിവിടുന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകും. അവിടെ പോയി ഒരു 4 മണിക്ക് ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് അതിൻ്റെ അകത്ത് നടക്കാനുണ്ട് 3 കിലോമീറ്റർ. അതിൻ്റെ അകത്ത് മൊത്തം ആന നീന്തിക്കോറ്. നല്ല രസകരമായ. സാർ അടുത്ത തവണ വരികയാണെങ്കിൽ ഈ സമയങ്ങളിൽ വരണം. ഏപ്രിൽ, മെയ്, ജൂണിൽ വരണം. കാരണം ഇത് 145 ഫീറ്റ് താഴ്ച, 70 ഫീറ്റ് വെള്ളം തമിഴ്നാട്ടിൽ പോകും. അപ്പോഴാണ് ഈ ഓപ്പൺ സ്ഥലം കാണുന്നത്. അല്ലെങ്കിൽ ഈ വണ്ടിയുടെ അപ്പുറം വരെ വെള്ളം കയറും. അപ്പം മൃഗങ്ങളെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇറങ്ങും. ആന നിൽക്കണുണ്ടോ?
ആ മഴ പെയ്യുന്ന സമയങ്ങളാണെങ്കിൽ ആനനെ കാണാൻ പറ്റില്ല, നമുക്ക് ആ സ്ഥലത്തൊക്കെ വെള്ളം കയറും. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യണ ഇപ്പോൾ അവിടെ ആരെങ്കിലും സ്റ്റേ ചെയ്യുന്നുണ്ടോ? സ്റ്റേ ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ ഗസ്റ്റ് ഉണ്ട് അവിടെ. അവിടെ എത്ര പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്? 5 പേര്. നമുക്ക് ബുക്ക് ചെയ്ത് വരണോ? ഓൺലൈൻ ബുക്കിംഗ് ആണ്. ഇത് ഓൺലൈൻ ബുക്കിംഗ് ആണ്. ഉള്ളവരുണ്ട് ഇവിടുത്തെ DF-കാരനെ അറിയിച്ചാൽ മതി. ഇപ്പോഴുള്ള നോർത്ത് ഇന്ത്യൻ ആണ് ആള്. അതല്ലേ. എത്ര ദിവസം മുന്നേ ബുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ? ഇപ്പോൾ ജൂൺ 17 തീയതി വരെ ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വന്നല്ല, മിനിഞ്ഞാന്ന് വന്ന് ഒരാളാണ് 10,700 അടയ്ക്കണം. ഒറ്റയ്ക്ക്. ഒരു പെൺകുട്ടി, ഒരു ലേഡി ഒറ്റയ്ക്ക് വന്ന് തങ്ങിയിട്ട് പോയി ചെന്നൈയിൽ. അല്ല, അതൊരു വൈബായിട്ട് കാണുന്ന ആളുകൾ. അല്ല, ഇവരാറ് പേരുണ്ടാവും. പിന്നെ നമുക്ക് അല്ലല്ല അവിടെ നല്ല അർത്ഥത്തിൽ സാറേ, ചെന്നൈയിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്ന് തങ്ങിയിട്ട് പോയി. അത്ര സേഫ്റ്റിയാണ് പറമ്പിക്കുളം. നമുക്ക് ഒരു വഴിയേ ഉള്ളൂ. കേരളത്തിന് എത്ര വലിയ VIP കളാണെങ്കിൽ തമിഴ്നാട്ടിൽ വെച്ചാൽ കടന്നു വരാൻ പറ്റില്ല. ഇവിടെ ചാലക്കുടിക്ക് 27 കിലോമീറ്റർ ഉള്ളൂ, റോഡുണ്ട്, വിടില്ല. ഇവിടുന്ന് 27 കിലോമീറ്റർ ഉള്ളൂ ചാലക്കുടി. എല്ലാം കോർ സോണും അപ്പർ സോണാണ്. വീടില്ല എന്ന് പറയാൻ എന്താ കാര്യം? വിടില്ലെന്നല്ല, ടൂറിസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ ടൂറിസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാട് പോവും. ആൾക്കാർ ഇതിന് ഇതേപോലെ നിലനിർത്തണം. പിന്നെ വേസ്റ്റ് മാലിന്യം നിങ്ങൾ എവിടെ ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ പറയാണ്ട് തന്നെ ഒരു പേപ്പർ കഷ്ണം ഇട്ടാൽ ഞങ്ങളത് എടുക്കും. ഇതാണ് ഇന്നലെ മൊത്തം പെറുക്കി ഈ തിരക്ക് കഴിഞ്ഞപ്പോൾ കത്തിച്ച് ഞങ്ങൾ. നല്ല കാര്യങ്ങളാണ്. മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയും കെയറും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെയൊക്കെ ഒരു വൃത്തിയും ഇല്ല, ഭയങ്കര വൃത്തിഹീനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായി. പല വഴികളല്ലേ, ഇഷ്ടംപോലെ വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ കൃത്യമായിട്ട് നീറ്റ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. നമുക്കറിയാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും കാണാം കേട്ടോ. അടുത്ത വരുമ്പോൾ കാണാം. ഈ ബോട്ടിലെ പോവാല്ലേ? ഈ ബോട്ടിലാണോ? പോയിട്ടുണ്ട് സാർ, ഐലൻഡ് പോയിട്ട്. സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ പിള്ളേരിട്ട. ഞങ്ങൾ വരുന്ന വഴിക്ക് സാറിനെ കാണാൻ വേണ്ടി ഇവരെ റോഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പിള്ളേര്. റോഡിന് വട്ടം നിന്ന് കൈ കാണിച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ്. ഇവിടെ സിംഗിൾ വേണം. നിങ്ങൾ എത്ര നേരം ഇവിടെ കാത്തുക്കാൻ തുടങ്ങിയിട്ട് വെയിറ്റിന്? അയ്യോ, നിങ്ങൾ സ്കൂളിലൊന്നും പോണില്ലേ? ഇന്ന് ലീവാ? എന്തിൻ്റെ? 4-ാം തീയതി ഓപ്പണിങ്. ഓക്കെ. 1 മണിക്കൂറായിട്ട് അവരിവിടെ കാത്തു നിൽക്കായിരുന്നു സാറിനെ കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോ இல்லை, நீங்கள் எந்தெந்த படங்களெல்லாம் பார்த்துருக்குல்ல? ഭാഷ பார்த்துருக்கு. எல்லாருக்கும் அதுதான் சொல்ல കണ്ടിട്ടുണ്ട്. മലയാള സിനിമകളുണ്ടോ? അല്ല, எல்லாரும் சாருக்கு இங்கே தமிழ்நாட்டில் இருக்கு ஃபேன்ஸு கொஞ்சம் ஜாஸ்தியாக இருக்கு. എല്ലാം വരുന്നുണ്ട്.
ട്രൈബാണ് പങ്കെടുക്കുന്നത് 4 വിഭാഗം ആദിവാസി മലമത്സര മരക്കാട് എൻ്റെ കാസ്റ്റ് ഇതാണ് കാട. അതെ, ഇവരാണ് ഈ കൂടുതലും ബ്രിട്ടീഷുകാരുടെ കൂടെ മരം മുറിക്കാനും റെയിൽവേ ട്രാക്കിന് വേണ്ടി ജോലി ചെയ്തത്. 2010 വരെ ഒരാൾ ഞങ്ങളുടെ കോളനി ജീവിച്ചിട്ടുണ്ടായിരുന്നു. ട്രാമിലെ കൂടുതൽ ചരിത്രം പറയും അവർ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിനെ കുറിച്ചുള്ള. അന്ന് കാലത്ത് വീടുകളൊന്നുമില്ല, ഈ ഗുഹകളിലും കാര്യങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഇവരുടെ ഒപ്പം പണിക്കൊക്കെ കൊണ്ടുപോയി അടിമത്തം തന്നെ കൂടുതൽ അവർ പറയുന്ന ജോലി ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ കൂടെ നിന്നിട്ട് പിന്നെ അവർ കുറച്ചും കൂടി മാറ്റം വന്നു. പിന്നെ കോളനിയൊക്കെ പണി ഞങ്ങളുടെ കോളനിയിലാണ്. എൻ്റെ വലിയച്ഛനാണ് അച്ഛൻ്റെ കേട്ട എൻ്റെ അച്ഛൻ്റെ കേട്ട കാട്ടുകിഴങ്ങ് ഇപ്പോഴുണ്ടോ? അല്ല, അവർ മരിച്ചു. ഈ അമ്മായിയുണ്ട്, രണ്ടുപേരും മരിച്ചു. ഈ കാട്ടുകിഴങ്ങ് കുഴിച്ച് എടുക്കണം. സാധാരണ ആ സീസണിൽ കിട്ടും. 5 തലമുറ കാട്ടുകിഴങ്ങ് ഒരു കിഴങ്ങ് അന്ന് കാലത്ത് അവർ യൂസ് ചെയ്ത ഐറ്റങ്ങളാണ് ട്രൈബൽസ്. തേനെടുക്കാനുള്ള സാധനം. അതെ അതെ, തേനെടുക്കാൻ വേണ്ടി മുളക് കുറ്റി യൂസ് ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ പഴയ കുറച്ച് കൾച്ചർ നമ്മുടെ വാഴച്ചാൽ മേഖലയുണ്ട്. ചാലക്കുടിയിൽ വാഴച്ചാൽ, മലക്കപ്പാറ, ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോഴും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് കാലത്ത് മനുഷ്യനെ ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മോഡന്റെ അവരിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. തേനെടുക്കാനൊക്കെ ആയിട്ട് അവർ പല സമയത്ത് ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആ പഠിച്ചിട്ടാണ് മരത്തിൽ കയറുന്നത്. ഈ മുളയുടെ അടിമുള ചെത്തി അതൊക്കെ അതാകുമ്പോൾ നല്ല സ്ട്രോങ് ആണ്. അല്ല, അതിന്റെ അടിയിലത്താണ് പോലത്തെ 1 വർഷം 2 വർഷം വരെയൊക്കെ ആ കുറ്റി അത്ര പവർഫുൾ ആയി. ഇതെന്താ? ഇതാ ഇതാണ് അടിക്കുള്ള അതെ. ഇതിൽ കയറിട്ടിട്ട് അവിടെ ഒരു കെട്ടുണ്ട്. ആ കയറ് നമ്മുടെ കയ്യിൽ ഇതിലിട്ടേക്ക്. ചിലപ്പോൾ അവിടെ നിന്ന് അടിച്ചു പോകുമ്പോൾ കൈ തെറിച്ച് പോയാൽ അത്രയും ഹൈറ്റ് പിന്നെ ഇറങ്ങും. ഈ കയറ് നമ്മൾ ഒരു റൗണ്ട് ഇട്ടിട്ട് പിടിക്കും. തേന് എൻ്റെ ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലീവ് എടുത്തിട്ടാണ് പുള്ളിക്കാരന് ഇവിടെ വെയിറ്റ് ആയിരുന്നു സാറിനെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പേര് കണ്ണനാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവറാണ്. 25-26 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ് വീട്. ഭാര്യ മക്കളൊക്കെ പഴനിയിലാണ്. സന്തോഷം, സാറിനെ കണ്ടത് വളരെ സന്തോഷമായി. ഞാൻ ഫോട്ടോ എടുത്തിട്ട് അതെ, ഭാഷാ പഠനത്തിന് മറ്റേ കുറെ വൈരങ്ങൾ എടുത്തില്ല വീട്ടിൽ വെച്ചിരിക്കും. അവിടെ പോയി കഴിച്ചു. അവിടെ ഒരു ഹോട്ടലില്ല, എല്ലാം സിമ്പിളാണ്. നല്ല സൗകര്യമുണ്ട്. നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കഴിച്ചതിന്റെ പരിചയമുള്ളവർ. ഇല്ലില്ല, ഞാൻ സാധാരണ ഇങ്ങനത്തെ ഹോട്ടലൊക്കെ അത് ഇന്ന് നല്ല ഇഡ്ഡലി, സോഫ്റ്റ് ഇഡ്ഡലി, നല്ല ചൂടുള്ള ദോശ, നല്ല ചട്നി. ഈ പറമ്പിക്കുളത്തിൽ കറണ്ട് വരില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമേ ഉള്ളൂ സാർ. കറണ്ട് ഇവിടെ വരികയില്ല. ഇന്നലെ സാറ് വന്നത് കൊണ്ട് മാത്രം റെഡിയാക്കിയിട്ടുണ്ടെന്നോ. സ്വീകരണം, എനിക്ക് സ്വീകരണം പറമ്പിക്കുളത്തെ സ്വീകരണം ഭയങ്കരമാണ്. പേര് പിരിച്ച എന്തൊരു ഭംഗിയല്ലേ. ശരിക്കും അവന് ആനന്ദം കൊണ്ടാണ്, അവന് ഹാപ്പിനെസ് വരുമ്പോഴാണ് ചെയ്യുക. ശരിക്കൊക്കെ ഈ മഴക്കാറ് വരുമ്പോഴാണ് ആ പീര് വിടർത്തുക. ഇതിന്റെ ബാക്കിൽ നിന്ന് കണ്ടാലും ഭംഗി. നമുക്ക് വേണ്ടിട്ട് ആദ്യം ഇങ്ങോട്ട് തിരിഞ്ഞ് കാണിച്ചു. മൊത്തം നമുക്ക് വ്യൂ തരുന്നുണ്ട്. എല്ലാം എടുത്തോട്ടെ, അതാണ് പറയണ്ട. അത് എല്ലാവരും കാണിച്ചു തരുന്നതാണ്.
മുരുക 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 വെറ്റുവേൽ കഴിഞ്ഞു. അതിനൊരു ആട്ടം കൂടി ഉണ്ടാവില്ല അപ്പൊ. ഉണ്ടാവും. മുരുക മുരുക. അങ്ങനെ അതും അത് വലിയൊരു കാര്യം കേട്ടത്. എനിക്ക് സന്തോഷമായി. ഒരു ഫെയർവെൽ ആണ്. ഫെയർവെൽ ബൈ പറയുന്നുണ്ട്. എടുത്തിട്ടില്ല ശരിക്കും. എടുത്തെടുത്തു മൂയല. നമ്മള് കാണിക്കാൻ വേണ്ടിട്ട് ചെയ്താൽ മതി അല്ലേ? അത് കാണിച്ച് മൂപ്പര് റൗണ്ട് ചെയ്ത് കാണിച്ചു. ഇല്ല അങ്ങനെ അടുത്ത് എടുത്തു. അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മൾ കാട്ടുപോത്തിനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 100-400 കിലോ ഒക്കെ വെയിറ്റ് വരുന്ന സാധനം ആ പോണത്. ചിലപ്പോ അതിന് മേലുണ്ടാവും. ഇത് 2 ടണ്ണൊക്കെ വരും. അവർ ക്രോസ് ചെയ്തോട്ടല്ലേ, അതിന് ശേഷം നമുക്ക് പോയാൽ മതി. പൂർണ്ണമായി. അപ്പൊ അതല്ലതുമായി ഇതല്ല കൊറേ ഉണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് അടുത്തേക്ക് പോണ്ട. ഒരുപാട് പോവല്ലേ. അവര് പേടിച്ചിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതല്ലേ. നമ്മള് ഒന്നിനൊന്ന് ഫോളോ ചെയ്യല്ല. കുറച്ച് റിവേഴ്സ് ഇടണോ? ട്രാഫിക് ജാം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു. ഇതിനേക്കാൾ ഇനി എങ്ങനെയാ അത് നിന്ന് തരാൻ പറ്റുക? ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ എല്ലാരും നമ്മൾ ഒരുവിധം അപ്പൊ കണ്ടു. ഇനി ഇതിനേക്കാൾ ഒന്നും കിട്ടാനില്ല ഇനി. എല്ലാം കിട്ടി.